ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോഷോപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് കളർ ഫോർമാറ്റ്സ് ആണ് RGB കളർ ഫോർമാറ്റ്, അതുപോലെ CMYK കളർ ഫോർമാറ്റ്. സാധാരണഗതിയിൽ ഫോട്ടോ പ്രിന്റിംഗ് പർപ്പസിന് ആവശ്യമായിരിക്കുന്ന എല്ലാവിധ ഫോട്ടോസും സെറ്റ് ചെയ്യുന്നത് RGB ഫോർമാറ്റിലാണ്. ഇവിടെ നമ്മൾ പ്രൊജക്ടിന്റെ ടൈറ്റിൽ വിൻഡോ എടുത്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ RGB ഫോർമാറ്റിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പർപ്പസിന് ആവശ്യമായിരിക്കുന്ന എല്ലാവിധ ഡിസൈൻസും കാര്യങ്ങളും സാധാരണഗതിയിൽ സെറ്റ് ചെയ്യുന്നത് CMYK ഫോർമാറ്റിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത എല്ലാ കളറും കറക്റ്റായി കിട്ടിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത് നമ്മൾ RGB ഫോർമാറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡിസൈൻ ആണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് കളർ പിക്കർ ഉപയോഗിച്ച് ഈ കളർ ഒന്ന് പിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വന്നതായി കാണാം. ഈ കളർ പ്രിന്റബിൾ അല്ല എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് മറ്റ് കളേഴ്സ് ഒക്കെ ഒന്ന് പിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഈ കളറും അവൈലബിൾ അല്ല. അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ അല്ലാതെ വരുന്നുണ്ട്. ഈ കളറെല്ലാം നമ്മൾ പ്രിന്റിങ്ങിൽ എടുക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പർപ്പസിനുള്ള എല്ലാവിധ ഡിസൈൻസും CMYKയിലാണ് വർക്ക് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഇത് ഈ RGB ഫോർമാറ്റിൽ നിന്നും ഇതിനെ നമുക്ക് CMYKയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. അതിനായി ഇവിടെ ഇമേജിൽ മോഡ് എന്ന ഓപ്ഷനിൽ ഇവിടെ നമുക്ക് RGBയിൽ നിന്നും CMYKയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ RGBയിൽ നിന്നും CMYKയിലേക്ക് കൺവേർട്ട് ചെയ്ത സമയത്ത് ഇവിടെ കളർ ഡെപ്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇത് രണ്ടും ഹിസ്റ്ററിയിൽ ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ കളർ ഡെപ്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കളർ പിക്കർ ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടി ഈ കളർ ഒന്ന് പിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ എല്ലാ കളേഴ്സും പ്രിന്റബിൾ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഫയലിൽ ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കളർ മോഡ് നമുക്ക് CMYKയിൽ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇവിടെ ടൈറ്റിൽ ബാറിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ CMYK ഫോർമാറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ സാധാരണ വർക്ക് ചെയ്യാറുള്ള ഫോട്ടോസ് RGBയിൽ തന്നെയാണ് വർക്ക് ചെയ്യാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് RGB ഫോർമാറ്റും CMYK ഫോർമാറ്റും തമ്മിലുള്ള വ്യത്യാസം. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.